Hello, welcome back. So, നമ്മളിപ്പോൾ ചാപ്റ്റർ 1 ഓഡിറ്റ് ആൻഡ് അതർ അഷ്യൂറൻസ് എൻഗേജ്മെൻറ്റ് നമ്മളെ ഓഡിറ്റ് ആൻഡ് അഷ്യൂറൻസ് പേപ്പറിലെ ആദ്യത്തെ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. ആദ്യത്തെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്നുള്ള സൈഡിലേക്കാണ് നമുക്ക് ചിന്തിക്കാനുണ്ടാവുക അല്ലേ. നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാലും സാർ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു സൈഡ് വരുന്നുണ്ട് അല്ലേ. സോ നൗ നമുക്കിനി ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ ഓഡിറ്റ് ആൻഡ് അഷ്യൂറൻസ് പേപ്പർ എന്ന് പറയുന്നത് ബാക്കി സ്കിൽ ലെവൽ പേപ്പറിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. കാരണം 70% നമുക്കിതിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒരു 30% മാത്രമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കപ്ലാൻ കിറ്റ് അല്ലെങ്കിൽ BPP കിറ്റ് തുറന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 200 ക്വസ്റ്റ്യൻസ് ആണ് MCQs ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളത് നമുക്ക് 200ഓളം വരുന്നില്ല, ബട്ട് സ്റ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ 70% വരുന്ന ഈ ഡിസ്ക്രിപ്റ്റീവിന് സെലക്റ്റീവ് ഏരിയാസ് ഉണ്ട്. ഓഡിറ്റ് റിസ്ക്, ഇന്റേണൽ കൺട്രോൾ, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമുക്ക് വഴിയെ പഠിക്കാം. അങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട്. സോ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ 1 എന്ന് പറയുന്നത് ഈ 3 ഏരിയാസിൽ പെടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് വരും ചില പോർഷൻസ് മാത്രം. ഏതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിയിട്ടുള്ളത്? എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റിംഗ്, എന്താണ് ഇന്റേണൽ ഓഡിറ്റിംഗ്, അഷ്യൂറൻസ് സർവീസസ് അല്ലെങ്കിൽ അഷ്യൂറൻസ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എലമെന്റ്സ് ഓഫ് അഷ്യൂറൻസ് എൻഗേജ്മെന്റ് എന്തൊക്കെയാണ്, 5 ടൈപ്പ് ഉണ്ട്. ടൈപ്സ് ഓഫ് അഷ്യൂറൻസ് എൻഗേജ്മെന്റ് എന്തൊക്കെയാണ്, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ്, റിവ്യൂ എൻഗേജ്മെന്റ്സ്, അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയേഴ്സ്, കമ്പൈലേഷൻ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്താണ്, പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്താണ്, പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് എന്താണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ നിങ്ങളോട് എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റിംഗ് എന്താണ്, അഷ്യൂറൻസ് എൻഗേജ്മെന്റ്സ് എന്താണ്, ഇതൊരിക്കലും നിങ്ങളോട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നിങ്ങളോട് ചോദിക്കില്ല, MCQs ആയിട്ട് നിങ്ങളോട് ചോദിക്കില്ല. ബിക്കോസ് ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ സ്കിൽ ലെവലിൽ എത്തി നിൽക്കുകയാണല്ലേ. സോ അത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. എന്നാൽ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. എലമെന്റ്സ് ഓഫ് അഷ്യൂറൻസ് എൻഗേജ്മെന്റ് 5 കാര്യങ്ങൾ, 3 പാർട്ടി റിലേഷൻഷിപ്പ്, സബ്ജക്ട് മാറ്റർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒരു ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്താണ്, പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് എന്താണ് എന്നുള്ളത് 1-2 തവണ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. എന്താണ് ട്രൂ, എന്താണ് ഫെയർ എന്നുള്ളത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. റെയർ ആണ്, വളരെ റെയർ ആണ്, ബട്ട് സ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഭാഗങ്ങളാണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട നോളജ് എന്ന് പറയുമ്പോൾ ഫുൾ ഉണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂലേക്ക് വരുമ്പോൾ 5 എലമെന്റ്സ് ഓഫ് അഷ്യൂറൻസ് എൻഗേജ്മെന്റ്, ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്താണ്, പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്താണ്, പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്കിതിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണോ നമ്മളെ മെറ്റീരിയൽ ഉള്ളത് അത് അതുപോലെ പഠിക്കുക, എഴുതുക. ഡയറക്റ്റ് തിയറിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ സ്റ്റഡി ഹബിലെ കുറച്ച് ക്വിസാണ്. ഓക്കെ, സ്റ്റഡി ഹബിൽ നിങ്ങൾക്ക് അറിയാം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വിസും അവൈലബിൾ ആണ്. സോ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ക്വിസിലേക്കാണ്, റൈറ്റ്? സോ നമുക്ക് ക്വിസിൽ നോക്കാം. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ചെയ്തു വെച്ചതാണ്, ഞാനൊന്ന് റീസെറ്റ് കൊടുക്കുന്നുണ്ട്. Wait, let me connect my internet. Okay. ചാപ്റ്റർ 1 ക്വിസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ഇത് മൊത്തത്തിൽ റീസെറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, കൺഫേം റീസെറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ചാപ്റ്റർ 1 ക്വിസ് ആണ് നമ്മൾ നോക്കുന്നത്. സ്റ്റാർട്ട് ക്വിസ് കൊടുത്ത് പോകല്ലേ എന്നാൽ. ശരി, സോ ക്വസ്റ്റ്യൻ നമ്പർ 1, which of the following best describes the type of assurance provided by this statement? മേലെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ
നമ്മൾ ഏത് ടൈപ്പ് ഓഫ് അഷുറൻസ് ആണ് കൊടുക്കുക. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, മേലെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഫ് അഷുറൻസ് ആണ് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ അവർ റിവ്യൂ, നത്തിങ് ഹാസ് കം ടു അവർ അറ്റൻഷൻ that causes us to believe that the accompanying financial statements do not present fairly in all material respects in accordance with the IFRS. നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, നമ്മൾ മെറ്റീരിയൽ ഒന്ന് എടുത്ത് നോക്കുക. ഇത് നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കുക. എക്സാക്ട്ലി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സാധനം പഠിച്ചിട്ടുണ്ട്. ഏത് ലെവൽ ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റാണ് നമ്മൾ കൊടുക്കാറുള്ളത്? ഒന്നുകിൽ നെഗറ്റീവ് അഷുറൻസ് ആണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് അഷുറൻസ് ആണ്, അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുമോ? വിച്ച് 2 ഓഫ് ദ ഫോളോയിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ അവരൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്, ബെസ്റ്റ്. അതായത് താഴെ തന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? അപ്പൊ നമ്മൾ ഒന്നും കൂടെ സ്റ്റേറ്റ്മെന്റിൽ നോക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ നോക്കി നോക്ക്. ബേസ്ഡ് ഓൺ അവർ റിവ്യൂ, നത്തിങ് ഹാസ് കം ടു അവർ അറ്റൻഷൻ. നമ്മളുടെ ശ്രദ്ധയിലേക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാൻ നോക്കിയപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു നെഗറ്റിവിറ്റിയാണ് അവിടെ കാണിക്കുന്നത്, അല്ലേ? So either we can choose negative assurance or we can choose limited assurance. പക്ഷെ ഇവിടെ നെഗറ്റീവ് അഷുറൻസ് എടുക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് വിത്ത് പോസിറ്റീവ്ലി ആണ് ഇവർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, റൈറ്റ്? ഓപ്ഷൻ ബി. എന്നാൽ നമ്മളെ സ്റ്റേറ്റ്മെന്റിൽ എന്തുണ്ട്? ഞാൻ നോക്കിയപ്പോൾ ഒന്നും കണ്ടിട്ടില്ല, നത്തിങ് ഹാസ് കം ടു അവർ അറ്റൻഷൻ. സോ അവിടെ ഒരു നെഗറ്റിവിറ്റി ആണ് ഒരു വേർഡിൽ, സ്റ്റേറ്റ്മെന്റിൽ, സെന്റൻസിൽ കാണിക്കുന്നത്. സോ നമുക്ക് ലിമിറ്റഡ് അഷുറൻസ് എക്സ്പ്രസ്ഡ് നെഗറ്റീവ്ലി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, next question. What level of assurance would normally be given to an audit of financial statements? And what level of assurance to a review of financial statements? 2 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഓഡിറ്റും, മറ്റൊന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ റിവ്യൂ. സോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ FS ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ലെവൽ ഓഫ് അഷുറൻസ് ആണ് കൊടുക്കുക? FS റിവ്യൂ ചെയ്യുമ്പോൾ, റിവ്യൂ എൻഗേജ്മെന്റ്സ്, ഏത് ലെവൽ ഓഫ് അഷുറൻസ് ആണ് കൊടുക്കുക? എപ്പോഴും FS ഓഡിറ്റ് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട് അല്ല, റീസണബിൾ അഷുറൻസ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്, റൈറ്റ്? സോ റീസണബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി. ഇനി റിവ്യൂ ആണെന്നുണ്ടെങ്കിലോ ലിമിറ്റഡ് അഷുറൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഓഡിറ്റിന് റീസണബിളും റിവ്യൂവിന് ലിമിറ്റഡും. സോ ഓപ്ഷൻ ഡി, 2 and 3 ആണ് നമുക്ക് വരിക, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മളെ മെറ്റീരിയൽ ഉള്ളത് ഡയറക്റ്റ് അതുപോലെ ചോദിക്കുകയാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. എന്താണെന്നുള്ളത് ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്നാണ് ചോദ്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെറൈറ്റി എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആ ഒരു പോലീസിന്റെ ഒരു കേസൊക്കെ വെച്ചിട്ട്. സോ ക്വസ്റ്റ്യനിങ് മൈൻഡ് എന്നുള്ളതാണ് നമ്മളുടെ ടേം. പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിങ് മൈൻഡാണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസറിലെത്താം. To apply a questioning mind to information and evidence. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസുകൾ, നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇതിനൊരു ക്വസ്റ്റ്യനിങ് മൈൻഡിൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. ബീങ് അലേർട്ട് ടു കണ്ടീഷൻസ്, അല്ലേ? നെക്സ്റ്റ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ BT എന്ന് പറയുന്ന പേപ്പറിൽ അല്ലെങ്കിൽ ലോ എന്ന് പറയുന്ന പേപ്പറിൽ ഇനി എക്സംഷൻ കിട്ടിയ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങോട്ട് പഠിച്ചോളാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അക്കൗണ്ടന്റ് ആണെങ്കിലും, അതൊരു സീനിയർ അക്കൗണ്ടന്റ് റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും, അത് അയാളുടെ മാനേജർ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും, അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷനിലുള്ള അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി, ടേംസ് ശ്രദ്ധിക്കാം, അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ഒരിക്കലും ഒരു ഓഡിറ്ററിൻ്റെതല്ല. ഓഡിറ്റർ ഇത് റിവ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്തിട്ട് ഒരു റീസണബിൾ ആയിട്ടുള്ള അഷ്വറൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കമ്പനി സെക്രട്ടറീസ് ഒരുപാട് സീലുകൾ വെക്കുന്നുണ്ട് എന്നതിന് പകരം വെക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ആൾക്ക് അതിന്റെ ഉത്തരവാദിത്തം വരുന്നില്ല. നമ്മളെ സ്റ്റാഫിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന, നമ്മളെ ബിസിനസിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന, നമ്മളെ കമ്പനീനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ദ മാനേജ്മെന്റ്, ദ ബോർഡ്, ഇവർക്കാണ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇത്രയും നമ്മൾ പറഞ്ഞു FS ഓഡിറ്റ് ചെയ്യണം, FS ഓഡിറ്റ് ചെയ്യണം. എന്തിനാണ്? വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്? അതാണ് ഈ ക്വസ്റ്റ്യൻ. FS ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്?
മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു സാധനം നമ്മൾ പിടിച്ചിട്ടുണ്ട്. നോ. FSലുള്ള ഫ്രോഡുകൾ, ഇറഗുലാരിറ്റീസ്, മിസ്റ്റേക്സ് കണ്ടുപിടിക്കാനാണോ? നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ദാറ്റ്സ് റോങ്, കംപ്ലീറ്റ്ലി റോങ്. മൂന്നാമത്തത്, ടു അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് കമ്പനീസ് പെർഫോമൻസ്. കമ്പനിയുടെ പെർഫോമൻസ് അസസ് ചെയ്യാനാണ്, ഇവാലുവേറ്റ് ചെയ്യാനാണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, ഒരിക്കലും അല്ല. ടു പ്രൊവൈഡ് അഷ്വറൻസ് ഓൺ ക്രെഡിബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്രെഡിബിലിറ്റി, അതിന്റെ ഇന്റഗ്രിറ്റി, അതിന്റെ മേലെ ഒരു അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യുക, ഒരു ഷ്യൂരിറ്റി, ഒരു ഉറപ്പ് കൊടുക്കുക, അല്ലേ? നമ്മൾ ഇത്രയും നേരം അഷ്വറൻസ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ ഒരു അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, 100% നമ്മളിത് കറക്റ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അറിയാം സ്റ്റഡി ഹബ് എന്തിനാണെന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പെർസെൻറ്റേജ് വൈസ് കാണാം. ഇതിപ്പോൾ എനിക്ക് ആൻസേഴ്സ് അറിയുന്നത് കൊണ്ട് ഞാൻ ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് 100% വരുന്നത്. നോർമലി നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസിൽ ചെയ്യാറുള്ളതെന്ന് പറയുന്നത് റിക്വയർമെന്റ് വായിക്കും, സിനാരിയോസ് ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, സ്റ്റുഡൻസ് ഒരു ആൻസർ കമന്റ് ചെയ്യും, ഞാനത് കൊടുക്കും. ഓക്കെ, ആ ലെവലിലായിരിക്കും നമ്മൾ ചെയ്യാം. ഇതിപ്പോൾ റെക്കോർഡിങ്സ് ആയതുകൊണ്ട് എന്താണ്, ഞാൻ ഓൾറെഡി ആൻസേഴ്സ് അറിയുന്നതുകൊണ്ട് ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരും. സോ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കെപ്ലാനിലെ സെക്ഷൻ A പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ ഏത് ക്വസ്റ്റ്യൻസ്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫോൾഡർ, അതിലൊരു PDF ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഓരോ ടോപ്പിക്സിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഹോംവർക്ക് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എക്സാം ടൈമിൽ ഏതൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതാകുമ്പോൾ നിങ്ങൾ വീഡിയോ എടുത്ത് ഹോംവർക്ക്സ് ഏതൊക്കെ ആയിരുന്നു, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്തത് എന്ന് കാണേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ ഒരു PDF അല്ലെങ്കിൽ ആ ഒരു ഫയല് അല്ലെങ്കിൽ ആ ഒരു 10 മിനിറ്റ്സിന്റെ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സിന്റെ ആ വീഡിയോയിൽ ഞാൻ ആ ഫയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ പോർഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം ക്ലിയർ ചെയ്ത് പോവുക. എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ എന്ത് ചെയ്യുക, ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യുക, റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.